ഹായ് മക്കളുമാരെ, ഇതെന്തെന്നറിയാമോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിൻ്റെ പേരാണ് പുളിയോദ്ര. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാവേ. കടലപ്പരിപ്പ്, ഉഴുന്ന്, നമ്മുടെ കപ്പലണ്ടി ഇല്ലേ, കപ്പലണ്ടി, പിന്നെ ഇതാണ് അതിനുപയോഗിക്കുന്ന മസാല, പിന്നെ കൈമ റൈസിലേക്ക് നമ്മുടെ ജീരകശാല അരിയാണെങ്കിലും മതി. ഈ ഇതിൻ്റെ കവറിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അരിക്ക് എത്ര കിലോ അരിക്ക് എത്ര ഇതെന്ന് എഴുതിയിട്ടുണ്ട്. ഇതുണ്ടാക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ എന്തെണ്ണയാണോ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പം മോളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുണ്ടാക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അരി എടുത്ത് കുതിരാൻ ഇടണം. ഒരു 10-20 മിനിറ്റ് കുതിര ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് അരിയിട്ട് അതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് വീറ്റിക്കറോ അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതിയോ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ ഒട്ടത്തില്ല. അതിനെ വേവിച്ച് വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ ഇതൊക്കെ വെക്കത്തില്ലേ, ഏതാ ഫ്രൈഡ് റൈസിനൊക്കെ റൈസ് വേവിക്കത്തില്ലേ, അതേപോലെ ആക്കിയതിന് ശേഷം അതിനെ വെന്തതിന് ശേഷം അതിനെ ഊറ്റി വെക്കുക. ഊറ്റി വെച്ചതിന് ശേഷം ഒരു വലിയ ചരുവ അല്ലെങ്കിൽ ഇതേപോണത്തെ ഉരുളി എടുത്ത് അടപ്പ് വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് എണ്ണയാണോ അത് ഉപയോഗിക്കാം. കടുക് വറുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കപ്പലണ്ടിയില്ലേ, കപ്പലണ്ടി ഒരു പിടി അതിനെ ഇച്ചിരി മൂപ്പിച്ച് കോരണം. അത് കഴിഞ്ഞ് പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ് അതിനെ മൂപ്പിച്ച് കോരിയതിന് ശേഷം കുറച്ച് കടുകിട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ അതിലിട്ട് നമ്മുടെ പുളി മസാലയില്ലേ, ആ മസാലയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള റൈസ് അതിലിട്ട് ഇളക്കി നന്നായിട്ട് മിക്സാക്കുമ്പോഴത്തേന് ഇത് എല്ലാം കൂടെ ഒട്ടിപ്പോകരുത്, ആ രീതിയിലാണ് അത് ചെയ്യേണ്ടത്. പിന്നെ ഇത് പുളി ചേർന്നതായതുകൊണ്ടേ കേടാവില്ല. അപ്പോൾ നമ്മളൊരു യാത്രയ്ക്കൊക്കെ പോകുമ്പോഴത്തേനും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് സ്വല്പം നേരം അടച്ചിരിക്കട്ടെ. അപ്പോൾ ആ ചൂട് കൊണ്ട് അതെല്ലാം മസാലകളെല്ലാം അതിനകത്ത് ആ റൈസിലൊക്കെ പറ്റുമ്പോഴത്തേന് ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പം ഇതാണ് ആ പുളിസാദം, കണ്ട അടിപൊളിയായിട്ടില്ലേ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നതിന് ശേഷം എന്നാ തണുപ്പാണെന്നറിയാവോ, കാലൊക്കെ കയറി പെരുത്ത്. പിന്നെ ഞാൻ മക്കളും പപ്പയും ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങി അവിടേക്ക് ഒന്ന് നടക്കാനായിട്ട് പോയി. നല്ല ക്ലൈമറ്റാണ്. നമുക്കവിടുത്തെ തണുപ്പ് ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷെ അവർക്ക് കുഴപ്പമില്ല. പിന്നെ അവിടെയൊക്കെ പോയി നടക്കാനായിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.